മെയ് 13-ാം തീയതി നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഒരു വാഹനം, ഒരു ഡ്രൈവർ അവൻ്റെ കുഞ്ഞിനോ അവൻ്റെ വീട്ടിൽ ആർക്കെങ്കിലുമോ അവൻ്റെ ഭാര്യയ്ക്കോ അച്ഛനോ അമ്മയ്ക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ആശുപത്രിയോ രോഗമോ അല്ലെങ്കിൽ മരണമോ സംഭവിച്ചാൽ പോലും അവന് ലീവ് കൊടുക്കാത്ത അവസ്ഥ. അവൻ ഒരു ദിവസം വന്നില്ലെങ്കിൽ അവൻ്റെ ശമ്പളം കട്ട് ചെയ്യുന്നു, അന്നത്തെ നഷ്ടം, വണ്ടി ഓടിയതിൻ്റെ നഷ്ടം ഈടാക്കുന്നു. ഇത്തരം കിരാതമായ നടപടികൾ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ കേടായ വണ്ടി ഓടിച്ചില്ല എന്ന കാരണത്താൽ സസ്പെൻഷൻ നേരിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു സാഹചര്യത്തിലും എന്ത് കാരണവശാലും തരുന്ന വണ്ടി കൊണ്ടുപോകണം. എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും, അപ്പോൾ അതിനകത്ത് സ്പീഡ് കുറവുണ്ടോ, ടയറുണ്ടോ, ട്യൂബുണ്ടോ, ബ്രേക്കുണ്ടോ, ബെല്ലുണ്ടോ, ഇതൊന്നും നോക്കാൻ പാടില്ല. തന്ന വണ്ടി കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ഡ്രൈവർ കുറ്റക്കാരനാണ് എന്ന വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ 2013 മെയ് മാസത്തിൽ സെർവർ തകരാറ് മൂലം KSRTC ബസ്സിൻ്റെ സർവീസുകൾ താളം തെറ്റി എന്നൊരു വാർത്ത നിങ്ങൾ കണ്ടു കാണും. ഇതിനെതിരെ മാനേജ്മെൻറ്റ് എന്ത് നടപടി സ്വീകരിച്ചു? ഈ സെർവർ ഒരു ദിവസമോ 2 ദിവസമോ 5 ദിവസമോ നിലച്ചു പോയാൽ KSRTC ഇവിടെ സർവീസ് നടത്തില്ലേ? ഇത് പൊതുജനങ്ങളുടെയും വെൽഫെയർ അസോസിയേഷൻ്റെയും ചോദ്യമാണ്. നിങ്ങളോട് മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. സെർവർ തകരാറായാൽ ഇവിടെ റാക്കുണ്ട്. ETM മാത്രമല്ല, റാക്ക് വെച്ചും റാക്കും കൂടെ കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണത്. സെർവറിന് മുമ്പ്, ETM വരുന്നതിന് മുമ്പ് റാക്കിലാണ് കണ്ടക്ടർമാർ ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നും അന്നും ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ജീവനക്കാർ KSRTCയിൽ ഉണ്ടായിരുന്നു. അവർക്ക് റാക്ക് ഒരു വിഷയമായിരുന്നില്ല. അവർ കൃത്യമായി ടിക്കറ്റ് കൊടുക്കുകയും അത് എഴുതുകയും അത് കൃത്യമായി അവരുടെ ഡ്യൂട്ടി കഴിയുമ്പോഴത്തേക്ക് അവർ കൃത്യമായി ചെയ്തു തന്നിരുന്നു. അപ്പോൾ സെർവർ തകരാറ് മൂലം KSRTCക്ക് ഉണ്ടായ നഷ്ടം ഇതിനുമായി ബന്ധപ്പെട്ട ജീവനക്കാരിൽ നിന്നും നിങ്ങൾ ഈടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഉണ്ടെങ്കിൽ അതിൻ്റെ വസ്തുത നിങ്ങൾ പുറത്ത് കാണിക്കണം. നിങ്ങൾ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. ഒരു വിഭാഗം ജീവനക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടും മറ്റുള്ള വിഭാഗം ജീവനക്കാരെ വെറും മോശമായി കണ്ടുകൊണ്ടും കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നു. ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. കാരണം കേടായ വണ്ടിയാണെങ്കിലും ഡ്രൈവർ വാഹനം കൊണ്ടുപോയില്ലെങ്കിൽ അവൻ നഷ്ടപരിഹാരം കൊടുക്കണം. അവൻ്റെ അപ്പൻ മരിച്ചു കഴിഞ്ഞാലും വണ്ടി പോയില്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണം എന്നിരിക്കെ സെർവർ തകരാറ് മൂലം മെഷീൻ ശരിയായില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം ആരിൽ നിന്നാണ് നിങ്ങൾ ഈടാക്കിയത്? എന്തുകൊണ്ട് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല? സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കണം. ഇത് പൊതുജനങ്ങളുടെയും കോർപ്പറേഷൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക വരുമാനത്തെയാണ് സാരമായി ബാധിച്ചത്. ഈ പത്രവാർത്ത വന്നിട്ട് പോലും അതിനെതിരെ ഒരു നടപടി സ്വീകരിച്ചതായി നാളിതുവരെ കണ്ടിട്ടില്ല.